അകത്ത് പോയി അവർക്ക് വല്ല പറ്റിയോ നോക്കടാ. പോ പെട്ടെന്ന്. ഇവളെവിടെ പോയി? അവൾ ഓടിപ്പോയിന്നാ തോന്നുന്നേ. എന്ത് പറ്റി പ്രണവ്? എന്തെങ്കിലും അറിഞ്ഞോ? ചേട്ടൻ വിളിക്കെങ്ങനെ ചെയ്തോ? ചേച്ചി പറ്റി എന്തെങ്കിലും അറിഞ്ഞോ? 3 മണിക്കൂറായി ഇവിടുന്ന് പോയിട്ട് ഒരു ഫോൺ വരേണ്ട സമയം കഴിഞ്ഞില്ലേ പ്രണവ്? ബുൾബുൾ, ഞാനും അത് ആലോചിച്ചോണ്ടിരുന്നത്. ഇത്രയും നേരമായിട്ട് അവിടെ ഫോണൊന്നും വന്നില്ല എന്ന്. ഐ ജസ്റ്റ് ഹോപ്പ് അവർക്ക് 2 പേർക്കും ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന്. പ്രണവ്, നീ പ്ലീസ് ഒന്ന് ഫോൺ ചെയ്യ്. അൺറീച്ചബിൾ. ഗോഡ് നോസ് അവിടെ എന്താ സംഭവിക്കുന്നെന്ന്. ചേട്ടൻ ചേച്ചി കണ്ടു കാണുമെന്ന് അറിയില്ല. ഐ ജസ്റ്റ് ഹോപ്പ് അവർക്ക് ഒരു കുഴപ്പമില്ലെന്ന് പ്രണവ്. ബുൾബുൾ, അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇത്രയും നേരമായിട്ട് എന്നെ ചേട്ടൻ ചേച്ചി കണ്ടിട്ടില്ലെങ്കിൽ അറിയില്ല ചേച്ചി സേഫ് ആയിട്ട് ഇരിക്കണോ അതോ അപകടം എന്തെങ്കിലും പറ്റിക്കാണോ എന്ന്. പ്രണവ് നോക്ക്, ഇനി വൈകാൻ പാടില്ല. നമുക്ക് അവരെ സഹായിച്ചേ പറ്റൂ. ഐ തിങ്ക് യു ആർ റൈറ്റ്. ഞാൻ ഇപ്പൊ തന്നെ കമ്മീഷണർ അടുത്ത് പോയി എല്ലാം പറഞ്ഞിട്ട് വരാം. ഞാനും വരാം. വേണ്ട ബുൾബുൾ, നീ വരണ്ട. ഇവിടെ അമ്മയും അച്ഛമ്മയും എല്ലാം വല്ലാണ്ടിരിക്കുകയല്ലേ. വലിയ ടെൻഷനിൽ അവരൊക്കെ. ഞാൻ പോയിട്ട് വരാം. പക്ഷെ പ്രണവ്. ബുൾബുൾ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് അനുസരിക്കേ. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. സൂക്ഷിച്ച്. നീ എങ്ങനെ അവിടെ എത്തിയത്? ഞാൻ പടി കയറി വന്നതാ. എന്ന് ആദ്യം പറഞ്ഞൂടായിരുന്നോ? ഓ സോറി. മുൻപോട്ട് വേറെ വഴി കാണുന്നില്ല. ഇനി എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ വിളിക്കാം. രാത്രി മുഴുവൻ ഇവിടെ ഒളിച്ചിരിക്കുന്ന അല്ല, സ്ഥിരമായിട്ടിരിക്കുക. നിനക്ക് ഒരു ടെൻഷനും വേണ്ട. നമുക്ക് ഫോൺ ചെയ്ത് പിസ്സ വരുത്താം. പിന്നെ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെയൊക്കെ നമുക്ക് ഡ്രസ്സും വരുത്താം. നിങ്ങളോട് ആദ്യം നീ ഒന്ന് വാ അടച്ചു വെച്ചാലേ എനിക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റൂ. കുറച്ചു നേരം ഒന്നും മിണ്ടായിരിക്കേ. ഇവിടെ മൊത്തം അരിച്ചു പറക്ക്. ഇത്രയും സമയം കഴിഞ്ഞിട്ട് ഇപ്പോഴാണോ വന്ന് പറയുന്നത്? ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതാണ് ഞങ്ങളുമായിട്ട് സഹകരിക്കാൻ. പക്ഷേ നിങ്ങൾ സ്വയം കേസ് ഹാൻഡിൽ ചെയ്യുന്നു. അയാൾ അവിടെ ഒറ്റയ്ക്ക് എന്തിനാണ് പോയത്? അത് പിന്നെ സാർ ഭാര്യയുടെ കാര്യമായതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാതെ അഭി നല്ല പാട്ടുകാരനാണ്. അയാളുടെ ജോലി പാട്ടുപാടി രസിപ്പിക്കുക എന്നതാണ്. ക്രിമിനൽസിനെ പിടിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങളുടെ ജോലി ഞങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത്. ഇനി അഭിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കായിരിക്കും? അയാള് പിന്നെ വിളിച്ചായിരുന്നോ? അയാൾ എവിടെയാണെന്ന് വല്ലതും പറഞ്ഞോ? അബിയുടെ ഫോൺ നോട്ട് റീച്ചബിൾ ആണ് സർ. യെസ് സർ. എല്ലാവരോടും അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറ. ഓക്കെ സർ. റോക്ക് സാറേ, പുറത്ത് വാടാ. ഇതേ നിനക്ക് ഒളിച്ചു കളിക്കാനുള്ള പ്രായമൊന്നുമല്ല. എടാ, നീ നിന്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി വന്നതല്ലേ? എന്നിട്ട് കൊച്ചു പിള്ളേരെ പോലെ അകത്തേറി ഇരിക്കണോ? ഇറങ്ങി വാടാ പുറത്തേക്ക്. ആണുങ്ങളെ പോലെ പുറത്തേക്ക് ഇറങ്ങി വാ. രഘു, ഇവനൊക്കെ പബ്ലിക്കിന്റെ മുന്നിൽ വലിയ ആളാവും. പക്ഷെ 4 പേര് അടിക്കാൻ വന്നാൽ ഇവനൊക്കെ ഭാര്യയുടെ പിറകിൽ ഒളിക്കും. അയ്യേ, അത് കരിയോയില്ല. ഞാനിതെന്താ തലയിൽ തേക്കണോ? ഇത് ഓയിലാണല്ലേ? പുറത്തേക്ക് ഇറങ്ങി വാടാ. നീ ഭാര്യയെ കൊണ്ടുപോകാൻ വന്നതല്ലേ? പിന്നെന്തിനാണ് അവളുടെ പിറകെ കയറി ഒളിച്ചിരിക്കുന്നത്? ആണുങ്ങളെ പോലെ പുറത്തേക്ക് ഇറങ്ങി വാ. നീ ഇറങ്ങി വാടാ പുറത്തേക്ക്. പറയുന്ന കേക്ക്, നമുക്ക് രക്ഷപ്പെടണ്ടേ? നീ ടെൻഷൻ അടിക്കണ്ട. എടാ, എന്താന്നാ ഇവരൊക്കെ പബ്ലിക്കിന് മുമ്പിൽ വലിയ ആളാവും. പക്ഷെ ആണുങ്ങളെ കാണുമ്പോ സാരിയുടെ തുമ്പ് പിടിച്ച് നടക്കും. അതാ. നിങ്ങൾ വിളിച്ചു, ഞാൻ വന്നു. എന്താ ഇത് ചേട്ടന്മാരെ? എപ്പോ തൊട്ട് നിങ്ങൾ എന്റെ പിന്നാലെയുണ്ട്? എന്തിനെങ്ങനെ പുറകെ വരുന്നേ? എന്റെ പുറകിലുണ്ടല്ലോ എന്റെ ഫാൻസ് മാത്രമേ വരാറുള്ളൂ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഓട്ടോഗ്രാഫോ മറ്റോ വേണമെങ്കിൽ വീട്ടിലേക്ക് വാ. അതിനെന്റെ ഭാര്യയെ കിഡ്നാപ്പ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? വൈ? ടെൽ മീ വൈ? കൂടുതൽ ഡ്രാമ കളിക്കല്ലേ. എവിടെടാ നിന്റെ ഭാര്യ? അവളിതാ ഇവിടെ ഉണ്ടല്ലോ. അയ്യോ, ഇവിടെ പോയി? ഇത്രയും കഷ്ടപ്പെട്ട് രക്ഷിച്ചിട്ട് ഇതെവിടെ പോയി? അവന്റെ ഭാര്യ മാത്രമല്ല, അവന്റെ വെളിവും പോയി. ഇവൻ അതെ. നീ എന്താടാ ഞങ്ങളെ കളിപ്പിക്കുകയാണോ? എനിക്ക് കളിപ്പിക്കാൻ മാത്രമല്ല, പലതും ചെയ്യാൻ പറ്റും. അതുവരെ മിണ്ടരുത്. എടാ രഘു, അവൻ നമ്മളെ പേടിപ്പിച്ചതാ.
ഞങ്ങൾ പേടിച്ചുപോയി. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ നിങ്ങൾ നേരിടുന്നേ. ഞങ്ങളോട് വലിയ ഡയലോഗ് അടിക്കണ്ട, ചെയ്ത് കാണിക്കുന്നീ. ധൈര്യം ഉണ്ടെങ്കിൽ താഴോട്ട് ഇറങ്ങി വാടാ, ഞാൻ നേരിടാം, ഒറ്റയ്ക്ക് നിന്നെ നേരിടാം. ആഹാ, നീ മൽപ്പിടുത്തത്തിൽ എക്സ്പേർട്ട് ആണോ? എന്നാ ഞാനുണ്ടല്ലോ കബഡിയിലെ എക്സ്പേർട്ട്. കബഡി 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 കബഡി. ഞാൻ വരുന്നടാ. ഹേയ് ബലൂണേ, ബലൂണേ ഓടി വാ, ഇങ്ങോട്ട് വന്ന് നോക്ക്. യോമാരുതാ എങ്ങനെയാ വീണ് കിടക്കുന്നെന്ന്. ഒരുത്തന് എണീക്കാൻ പോലും വയ്യ. എന്റെ ബലൂണെ നീ ഒന്ന് വന്ന് നോക്ക്. കബഡി 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 കളിക്കടാ. ഏയ് അല്ല, എന്താ നോക്കുന്നേ? ഓടിക്കോ. എന്താ ഇത്ര ദേഷ്യം? എന്ത് പറ്റി? ഞാൻ ഇവിടെ വരണ്ടായിരുന്നു. വെറുതെ എപ്പോഴും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കും. എന്താ എനിക്കൊരു സെൽഫ് റെസ്പെക്ട് ഇല്ലേ? റിലാക്സ്. എന്റെ അടുത്ത് നിനക്ക് വേണ്ടിയിട്ട് എന്തോരം ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് അറിയോ? അത് കേട്ടാ പിന്നെ നീ ടെൻഷൻ അടിക്കത്തേയില്ല. അല്ലേ, നിനക്ക് നന്നായിട്ട് അറിയാം ഈ സമയത്ത് ഒരു ന്യൂസിനും എന്നെ സന്തോഷിപ്പിക്കാനാവില്ല. ഞാൻ ഈ പറയാൻ പോകുന്ന ന്യൂസ് ഉണ്ടല്ലോ, അത് നിന്റെ സ്വബോധം തിരിച്ചു തരും. ഞാൻ ആ കോർപ്പറേറ്ററിനെ കണ്ടിരുന്നു. എനിക്ക് ആലിയോട് എല്ലാം പറയണം. എനിക്ക് തനുവിനെ സംശയമുണ്ട്. എന്നിട്ട് അവളുടെ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് ചോദിക്കണം. പക്ഷെ തനു ആലിയുടെ ഫ്രണ്ട് അല്ലേ? അവള് ഞാൻ പറയുന്ന വിശ്വസിക്കോ? ആലിയ സത്യം പറയൂ, സഹായിക്കുമായിരിക്കും അവള്. ഐ തിങ്ക് ഐ ഷുഡ് ടോക്ക് ടു ഹർ. ഇത്രയും നല്ല വാർത്ത കേട്ടിട്ട് നീ എന്താ മുഖം വീർപ്പിച്ച് നിൽക്കുന്ന തനു? പ്രിയ നിന്റെ ലൈഫിൽ നിന്ന് എന്നേക്കുമായി പോകുവാണ്. ആലിയ, എനിക്ക് റിസൾട്ട് ആണ് വേണ്ടത്, അല്ലാതെ പ്ലാനിംഗ് അല്ല. നമ്മൾ ഇതുവരെ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതൊക്കെ തകിടം മറിഞ്ഞിട്ടേ ഉള്ളൂ. തനു, ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തുണ്ടാവില്ല? അഥവാ പ്രിയ രക്ഷപ്പെട്ടാലോ? രക്ഷപ്പെടുന്നതാണ് പ്ലാൻ. കേക്ക്, അഥവാ പ്രിയ രക്ഷപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന ആ കോർപ്പറേറ്ററിന്റെ പേര് പറയും. അയാളാണ് കിഡ്നാപ്പ് ചെയ്തതെന്ന്. ഇനിയിപ്പോ അവൻ പിടിക്കപ്പെട്ടു കഴിഞ്ഞാല് അവൻ നമ്മുടെ പേര് പറയും, റൈറ്റ്? പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവൻ പിടിക്കപ്പെടുന്നതിന് മുന്നേ തന്നെ ഏട്ടനും അവനും തമ്മിൽ വലിയൊരു അടി ഉണ്ടാക്കണം. അവന്റെ അടുത്തുള്ള വിശ്വാസം കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന തരത്തിലുള്ള അടി ഉണ്ടാക്കണം നമുക്ക്. അവൻ എല്ലാവരുടെയും മുന്നിൽ നമ്മുടെ പേര് പറയുമ്പോ അവൻ കള്ളമാ പറയുന്നതെന്ന് ഏട്ടന് തോന്നണം. അവൻ നമ്മളെ ട്രാപ്പിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ഏട്ടൻ വിചാരിക്കണം. എല്ലാം നമുക്കിനി വളരെ പെട്ടെന്ന് ഇപ്പോ ഈ നിമിഷം തന്നെ ആസ് സൂൺ ആസ് പോസിബിൾ നടത്തേണ്ടതുണ്ട്. ഈ കിഡ്നാപ്പിംഗില് നമുക്ക് യാതൊരു തരത്തിലുള്ള പങ്കുമില്ലെന്ന് ബോധ്യപ്പെടുത്തണം. ഐ മീൻ, യു ഗെറ്റ് ദിസ്. ബുൾബുൾ ഇപ്പോഴല്ലേ വന്നത്? കിഡ്നാപ്പ് ചെയ്യേണ്ടത് ബുൾബുളിനെ, എന്നാ കിഡ്നാപ്പ് ചെയ്തത് പ്രിയയെടുത്തി. ബുൾബുൾ, നീ എന്താ ഇത്ര ടെൻഷൻ അടിച്ചിരിക്കുന്നേ? നിനക്കെങ്ങനെ അറിയാം കിഡ്നാപ്പേഴ്സിന് വേണ്ടത് എന്നെയായിരുന്നു ചേച്ചിയല്ലെന്ന്? ഞാൻ ഫോണിൽ ഏട്ടനുമായിട്ട് സംസാരിച്ചല്ലോ. ഏട്ടനാ എല്ലാം പറഞ്ഞത്. പക്ഷെ ചേട്ടന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അപ്പൊ ആലയും കള്ളം പറയാണോ? പക്ഷെ എന്തിന്? ഇനി ചിലപ്പോ കിഡ്നാപ്പിംഗിന്റെ പിറകിൽ ആലയായിരിക്കോ? ഇവളുടെ മേലൊരു കണ്ണുണ്ടായിരിക്കണം. നീ എന്താ ആലോചിക്കുന്നേ? അത് ഒന്നുമില്ല, ഞാൻ ചേച്ചിയുടെ കാര്യം എടുത്ത് ടെൻഷനായതാ. നിങ്ങൾ എന്താ ഇങ്ങോട്ടായി പോകുന്നേ? പുറത്തേക്കുള്ള വഴിയല്ലോ പോകുന്നേ. അവന്മാര് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരെയും പിടിക്കും. നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കുമ്പോ എന്നെ കൂടുതൽ സംസാരിച്ച് കുഴപ്പത്തിലാക്കാതെ വാ ഇങ്ങോട്ട്. അതല്ല, നിനക്ക് അവരുടെ കമ്പനി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവന്മാരടുത്ത് തന്നെ പൊക്കോ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, പ്ലീസ്. പിന്നെ നീ എന്താണോ പറഞ്ഞേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ അല്ലേ? അവരുടെ കയ്യിൽ ഗണ്ണൊക്കെ ഉണ്ടായല്ലോ. ഗണ്ണ് കാണുമായിരിക്കും. ഇത് നിനക്ക് കുറച്ച് മുമ്പ് പറഞ്ഞുകൂടായിരുന്നോ? അതെങ്ങനെ
പറയാനാ? നിങ്ങളല്ലേ പറഞ്ഞത് വിശ്വസിച്ച് മിണ്ടാതിരിക്കാൻ? വിശ്വസിക്കാനല്ലേ പറഞ്ഞുള്ളൂ, കണ്ണടച്ച് വിശ്വസിക്കാനല്ലോ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഞാൻ വിചാരിച്ചോ നിങ്ങൾ ഹീറോയിസം കാണിച്ച് അവരുടെ മുന്നിൽ ഒറ്റയ്ക്ക് ഹീറോയിസം ചെല്ലുമെന്ന്? കാണിക്കുന്ന എന്തിനാ? ഞാൻ ഹീറോ തന്നെ അല്ലേ. ഇപ്പൊ ഇവിടുന്ന് എങ്ങനെ പുറത്തു പോകും? അവിടെ ഒരു വഴി കാണുന്നുണ്ട്, വാ എൻ്റെ കൂടെ. നീ എവിടെ പോകുന്നു? നീ ഒരു കാര്യം ചെയ്യ്, നീ ഇതാ ഇവിടെ ഇരുന്നോ. ഇല്ല ഇല്ല, ഞാനും വരും കൂടെ. ഹീറോ ആരാ? അപ്പൊ ഞാൻ പറയുന്ന കേട്ടോ, മിണ്ടാതെ എൻ്റെ കൂടെ വാ. വാ, ഇവിടെ മിണ്ടാതെ നിന്നോണം. പുറത്ത് ആരെങ്കിലും ഉണ്ടോ ഞാൻ നോക്കിട്ട് വരട്ടെ. ഓൾറൈറ്റ്. ഒന്ന് പറയട്ടെ. പറഞ്ഞാലും ഒന്ന് സൂക്ഷിച്ചു പോണേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മിണ്ടാതെ അവിടെ ഇരുന്നോണം. അദ്ദേഹം എന്നെ എത്രമാത്രം കെയർ ചെയ്യുന്നു. എനിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് ഇവിടെ വന്നു. എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. ദൈവമേ, ഞാൻ എങ്ങനെ നന്ദി പറഞ്ഞ തീരുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ, അത് മതി. എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നാ മതി. ഞാൻ പുറത്ത് വരട്ടെ? നീ ഇവിടെ എന്താ ചെയ്യുന്നേ? നിന്നെ ആരാ അഴിച്ചു വിട്ടെ? രക്ഷപ്പെടാൻ നോക്കുകയാണ് ഇവിടുന്ന്. എവിടെയാ പോകുന്നേ? ആ പുൽപ്പുള്ളിനെ കിട്ടിയില്ല. നീ ഇവിടുന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട കേട്ടോടി. നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടെന്ന് കരുതിയില്ല ഞാൻ. നോക്കിക്കോ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്. വാടി. അപ്പൊ നീയാണ് ഈ കിഡ്നാപ്പിന്റെ പിറകിലല്ലേ? നീ ഇവിടെ എങ്ങനെ വന്നു? നിനക്ക് ഈ സ്ഥലം എങ്ങനെ അറിയാം? നീ ആ കടയുടെ അവിടെ നിന്ന് ഓടിപ്പോയതല്ലേ? ഓടിപ്പോയതല്ല, ആ മണ്ടന്മാരെ ഒന്നുകൂടി മണ്ടന്മാരാക്കിയതാ. നിന്റെ ആൾക്കാർ തന്നെ എന്നെ ഇവിടെ എത്തിച്ചേ. രഘു, മുനീർ, രഘു, രഘു. കോർപ്പറേറ്റർ, ഒന്ന് പറഞ്ഞാൽ നിന്നെപ്പോലെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. യൂസ്ലെസ്. നിന്റെ ഇത്രയും ആൾക്കാരെ ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടു. നിനക്കെന്താ വേണ്ടേ? ആദ്യം നീ പ്രിയയുടെ ഫാമിലിയെ വെച്ച് കളിച്ചു. അതിനുശേഷം പ്രിയയെ കിഡ്നാപ്പ് ചെയ്യാനുള്ള ധൈര്യവും കാണിച്ചു. എന്തിനു വേണ്ടി? ആക്ച്വലി എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. നീ എൻ്റെ കുടുംബത്തെ ഹെൽപ്പ് ചെയ്യാനല്ല, മറിച്ച് കുളം തോണ്ടാനാണ് വരുന്നതെന്ന് ഞാൻ ആ സമയത്ത് മനസ്സിലാക്കിയില്ല. നീ ഇപ്പോൾ നിന്റെ തെറ്റ് തുടരുന്നു. പക്ഷെ ഞാനങ്ങനെയല്ല. ഞാനത് തിരുത്തും. ഞാൻ നിന്നോടൊന്ന് സ്നേഹത്തോടെ പറഞ്ഞ് എൻ്റെ ഫാമിലി വെച്ച് കളിക്കരുതെന്ന്. പക്ഷെ നീ അത് മനസ്സിലാക്കിയില്ല. ഇനി ഞാനേ നിന്റെ ഭാഷയെ തന്നെ മനസ്സിലാക്കി ചേരാം. എന്ത് ധൈര്യത്തിലാടാ പ്രിയയെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചേ? എൻ്റെ ഭാര്യയെ, എൻ്റെ അച്ഛമ്മയുടെ മരുമകളെ. അത് ഞാൻ പറഞ്ഞല്ലോ, പ്രിയേച്ചി അല്ല കിഡ്നാപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ച്, അറിയാതെ പറ്റിപ്പോയതാ.
തെറ്റ് പറ്റിയതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഭാര്യയും കൊണ്ട് ഇവിടുന്ന് പൊയ്ക്കോ, എല്ലാം മറന്നേക്ക്. എന്നിട്ട് എല്ലാം അവസാനിച്ചു. എന്ത് പറയുന്നു? ദാറ്റ്സ് എ ഗുഡ് ഓഫർ. പിന്നെ ബുൾബുൾ, അവള് നിനക്ക് വേണ്ടേ? ശരി, അതിനൊക്കെ മുമ്പ് നീ എന്തിനാ ഇവിടെ കിടക്കുന്നേ? ഇങ്ങോട്ട് നീങ്ങി വന്നേ. ഐ വിൽ ഗിവ് യു ആൻ ഓഫർ. ഈ നഗരം വിട്ട് എങ്ങോട്ടെങ്കിലും പൊക്കോ. എന്നിട്ട് നിനക്ക് എന്തെങ്കിലും കിട്ടാനോ കൊടുക്കാനോ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മറന്നുകളാ. നിങ്ങൾ എന്താ പറയുന്നേ? ഇതെന്റെ സ്ഥലമാ. എന്റെ കുടുംബവും എന്റെ ജോലിയും ഇവിടെയാ. ഇതെല്ലാം ഞാൻ എങ്ങനെ കളഞ്ഞിട്ട് പോകും? നിന്റെ ഓഫർ തീർന്നു. ബുൾബുൾ, you okay? ആരോട് സംസാരിക്കുന്ന ആലിയ? എന്നെയായിരുന്നു ചേച്ചിയല്ലെന്ന്? ഏട്ടനുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചല്ലേ. ഏട്ടൻ പറഞ്ഞതാ ഇതൊക്കെ. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്റെ ഭാര്യയെ കിഡ്നാപ്പ് ചെയ്യാൻ? പറയടാ. പറഞ്ഞല്ലോ തെറ്റ് പറ്റിയതാണെന്ന്. ബുൾബുളിനെ എനിക്ക് വേണ്ടത്. ഒരക്ഷരം മിണ്ടരുത് നീ. പ്രിയയുടെ കുടുംബം എന്റെ കുടുംബവും കൂടിയാണ്. ബുൾബുൾ എന്റെ സഹോദരിയും. പിന്നെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇതുവരെ നീ അവരോടെല്ലാം എന്താ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പൊ പിന്നെ നിന്നെ ഞാൻ എങ്ങനെ വെറുതെ വിടാനാ? നോക്ക്, എന്നെ അടിച്ചതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരും നിനക്ക്. നീ എന്ത് ചെയ്യുന്ന? നീ ഇവിടുന്ന് പൊയ്ക്കോ. ഒരവസരം കൂടി ഞാൻ നിനക്ക് തരുന്നു, മനസ്സിലായോ? ഒരു വശത്തൂടെ എന്നോട് ക്ഷമയും ചോദിക്കുന്നു, എന്നാ മറുവശത്ത് അവസരവും തരുന്നല്ലേ? എന്നാ ഇപ്പോ നിനക്ക് ഞാനൊരു അവസരം തരുന്നു. ഒരേ ഒരു അവസരം. ബുൾബുളിനെ വെറുതെ വിട്ടോണം. പിന്നെ എന്റെ കുടുംബത്തെ തൊട്ടുകളിക്കാനുള്ള ചെറിയ ശ്രമം പോലും നടത്തരുത്. മനസ്സിലായോ നിനക്ക്? ബുൾബുളിനെ ഞാൻ സ്നേഹിക്കുന്നു, ഒരുപാട് സ്നേഹിക്കുന്നു. ഞാൻ ഇനി സ്നേഹിക്കും. എനിക്ക് വേണം അവളെ. ഇതാണോടാ നിന്റെ സ്നേഹം? അന്നത്തെ ദിവസം നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രിയയും ബുൾബുളിനെയും ആ ഫാമിലിയെ മുഴുവനെ നാണം കെടുത്തില്ലേ നീ? അപ്പോ നിന്റെ പ്രേമം എവിടെ പോയി? എന്നാ ഇന്ന് നീ കാരണം വാലന്റൈൻസ് ഡേയുടെ അർത്ഥം ഞാൻ മനസ്സിലാക്കി.